നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം നാരായണൻ, പമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുന്നു. ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതൊക്കെ അയച്ചു തരണം. ഒരുപാട് കാളുകൾ വരുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ജോലി കിട്ടൂ, വിവാഹം നടക്കൂ, ബന്ധം തെറിക്കൂ, നല്ല രീതിയിൽ ജീവിക്കൂ, രക്ഷപ്പെടാൻ പറ്റൂ എന്നൊക്കെയാണ് ചെറിയ ഒരു ചോദ്യം. പക്ഷെ ജാതകം ഗണിച്ച് നോക്കി, ദശകളൊക്കെ മനസ്സിലാക്കി, ഗ്രഹപ്പിഴകളൊക്കെ ഉണ്ടോ എന്ന് അറിഞ്ഞു, അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാലേ നിങ്ങളുടെ ദോഷങ്ങളുണ്ടെങ്കിൽ നമുക്ക് ദോഷം മാറി രക്ഷപ്പെടാനുള്ള പരിഹാരങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ കഴിയുന്നതും നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കണം. ഞാൻ നോക്കിക്കണ്ടിട്ട് നിങ്ങളെ വിളിക്കാം. സമയം കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ 1200 ആണ്ട് ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ഫലത്തെയാണ് പറയാൻ പോകുന്നത്. വീഡിയോ ഇടാത്ത ലേറ്റായി ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീഡിയോ ഇടുന്നത്. ഉത്രട്ടാതി മീനക്കൂറുകാർക്കിപ്പോൾ ജന്മത്തിൽ രാഹു, 3 വേഴ്, ഏഴരാണ്ട് ശനി 2024 മാർച്ച് മാസം മുതൽ തുടങ്ങി, 2023 മാർച്ച് മാസം മുതൽ തുടങ്ങി 1.5 കൊല്ലമായി. ഇപ്പം ഏഴരാണ്ട് ശനി എന്ന് പറയുന്നത് നല്ലതല്ല. രാമലക്ഷ്മണന്മാർ രാജ്യവും ഭരണവും ഒക്കെ നഷ്ടപ്പെട്ട് വനത്തിൽ കയറിയ സമയമാണ് ഏഴരാണ്ട് ശനി. അതുകൊണ്ട് നാനാ രോഗം ഒന്ന് മാറി ഓരോ അസുഖങ്ങൾ നമ്മളെ ചുറ്റിപ്പിടിക്കും. എന്തൊക്കെ അസുഖമൊന്നും നമുക്ക് അറിയാൻ പോലും പറ്റില്ല. എന്നാലും ചെറിയ അസുഖങ്ങൾ, കൂടുതലും മുട്ടുവേദന, നടുവേദന, കാലുവേദന, ചെറിയ അസുഖങ്ങൾ വന്നാൽ പെട്ടെന്ന് മാറുക. സുഖത്തിന്, സാമ്പത്തികം, എത്ര കോടീശ്വരനാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിച്ച പൈസ പോലും സമയമാകുമ്പോൾ കിട്ടാതെ പോകും. ബാങ്കുകാർ പറ്റിച്ചത് തരാമെന്ന് പറയും. നമ്മളെ നിർമ്മാണം, പ്രവൃത്തികൾ, ബിസിനസ്സിലൊക്കെ പെട്ടെന്ന് അങ്ങ് നിന്നുപോയതുപോലെയാകും. സ്ത്രീകളെ കൊണ്ട് ഒരുപാട് പെണ്ണുങ്ങളെ കൊണ്ടുള്ള വിരോധമുണ്ട്. സ്വന്തം അമ്മ, കുഞ്ഞമ്മ, ഭാര്യ ഇവരൊക്കെ തന്നെ ശത്രുവാകും. കാരണം കുടുംബത്തിലെ കലഹങ്ങൾ, സ്ത്രീകളെ കൊണ്ടുള്ള വിഷമങ്ങൾ, മറ്റ് ഫ്രണ്ട്സ്, ലവറൊക്കെ കൊണ്ടുള്ള വിഷമതകൾ, പീഡനങ്ങൾ, കേസുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നാണം കെടുത്താൻ എന്തൊക്കെ മാർഗമുണ്ടെന്ന് ശത്രുക്കൾ ഭാര പണിയുന്ന സമയം. പ്രപഞ്ചം വെച്ചാൽ വീട് സ്ഥലവും വിട്ടുമാറി പോകണമെന്ന് തോന്നും. നമ്മൾ നേടിയത് പലതും നമ്മളെ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സമയമാണ്. നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം നമുക്ക് കടം കൂടി വന്നാൽ ഒരിക്കലും നമ്മളെ വരുമാനം കൊണ്ട് പെട്ടെന്ന് കടം തീർക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഏഴരാണ്ട് ശനി. അതുകൊണ്ട് കടം ഇല്ലാതിരിക്കുക, ഉള്ളത് വിറ്റ് കടം തീർത്തിട്ട് ബാങ്കിൽ കെട്ടാനുള്ള EMI നമ്മൾ മാസം കെട്ടിക്കൊണ്ടിരുന്ന അത് ഒരു പ്രോഫിറ്റായിട്ട് മെച്ചമായിട്ട് നമുക്ക് വരും. ക്ഷയിച്ച് നശിച്ചു പോകുന്ന സമയം, ഒരുപാട് വീഴ്ചയും ഓടിവും അപകടവും വാഹനാപകടവും, ചെയ്യാത്ത കാര്യത്തിന് പേദോഷവും കേസുകളൊക്കെ ഉള്ള സമയമാണ്. നമ്മളെ തൊഴിലൊക്കെ പെട്ടെന്ന് അങ്ങ് നിന്ന് പോയതുപോലെ ഇരിക്കും. ഉദ്യോഗസ്ഥന്മാർക്ക് ജോലി നഷ്ടപ്പെടാനോ അധികാരികളുടെ വിരോധം, കേസുകൾ, നടപടികളൊക്കെ ഉണ്ടാകുന്നത്. ഒരുപാട് കഴിവുള്ളവരാണ്, അറിവുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്. പക്ഷെ നമുക്കെല്ലാവരെയും സ്നേഹിക്കുന്ന മാത്രമേ ഉള്ളൂ. എല്ലാവരും ശത്രുക്കളെ പോലെ നമുക്ക് പാര പണിയുന്ന സമയമാണ്. നമുക്ക് വരണത് വരട്ട്, പോണത് പോട്ടെന്ന് മാത്രമുള്ളൊരു ചിന്തയാണ്. അതുകൊണ്ട് വലിയ വിഷമം ഇല്ലാന്ന് നമുക്ക് തോന്നും. പക്ഷെ എന്നാൽ നമ്മൾ ആലോചിച്ചാൽ ഒരു അന്തവും ഇല്ല, ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ല എന്ന് പറയുന്ന കണക്കാണ് ഈ സമയത്തിൻ്റെ പോക്ക്. അത് വളരെ സൂക്ഷിക്കും. ജന്മത്തിലെ രാഹു നിൽക്കുന്നത് കൊണ്ട് നടുവേദന, കാലുവേദന, കുതിരയെ പോലെ ചാടി ഓടി നടക്കുന്നവർ പാമ്പിനെ പോലെ എഴിയുന്ന സമയമാണ് ജന്മത്തിൽ രാഹു നിൽക്കുന്നത്. നാഗർക്ക് വഴിപാട്, പൂജ, കാലഭൈരവ സ്വാമിക്ക് പൂജ, വഴിപാട്, ദർശനം ഇതൊക്കെ നടക്കും. കാലസ്ഥ രാഹു എന്നാണ്. കാലൻ രാഹുവിനെ പോലെയാണ്, അല്ലെങ്കിൽ രാഹു കാലനെ പോലെയാണ് എന്നാണ് ജ്യോതിഷം. 3 വേഴം നിൽക്കുന്നതുകൊണ്ട് ശ്രീരാമാദി അവതാര വിഷ്ണു എന്നാണ്. വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളായ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി, ജനാർദ്ദനന് ദശാവതാരമൂർത്തികളെയും പഠിക്കണം. വേഴം 2025 മെയ് വരെ 3 നിൽക്കുന്നത്. ഹരിഭവനെ സഹദേവ ബൃഹദാപത്യ സ്ഥിതിയെ കലഹ എന്നാണ്. 3 6 വേഴനും ശുക്രനും എന്ന കലഹമാണ് ഫലം. അപ്പം നമ്മളെ നാട്ടിൽ നടക്കുന്ന എല്ലാം വിട്ടുകൂട്ട്, കൊലപാതകം, മരണം എല്ലാം കലഹം കൊണ്ടാണ് ഉണ്ടാകുന്നത്, സ്നേഹം കൊണ്ടല്ല.
അപ്പോൾ ഒരുപാട് ശത്രുക്കളും വിരോധികളും ഒക്കെ വന്ന് നമ്മളെ വെട്ടിക്കളയും കൊന്നുകളയും വരെ തീരുമാനിക്കുന്ന സമയമാണ്. അങ്ങനെ നമുക്ക് സഹോദരങ്ങളുമായിട്ട് വിരോധം, സാമ്പത്തിക ഇടപാടുകളിൽ കലഹം, ബാങ്ക് ഇടപാടുകളിൽ കലഹം, ലോണുകൾ, ജപ്തികൾ, നടപടികൾ ഇതൊക്കെ ഉണ്ടാകുന്ന സമയം, വാഹന അപകടങ്ങൾ, കടങ്ങൾ, ഗുരുശാപം, കാരണം മാതാപിതാ ഗുരു ദൈവം എന്നാണ്. എല്ലാവർക്കും വാരിക്കോരിയൊക്കെ കൊടുത്ത് സഹായിക്കുകയാണ്. ഇപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പല സ്ഥലത്തും പല ചാരിറ്റിയും പല ആൾക്കാർക്കും പലവർക്കും സഹായം ചെയ്ത് എൻ്റെ കയ്യിൽ പൈസയില്ലെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പിരിവുകളും അമ്പല പിരിവുകളൊക്കെ നമ്മൾ കൊടുക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ അവർ പറയും നമ്മൾ മനഃപൂർവ്വം കൊടുക്കാത്തത്. അങ്ങനെ കൊടുത്ത് ഇനി കടം വാങ്ങിച്ചാലും കൊടുക്കാൻ നിവൃത്തിയില്ല എന്ന് തോന്നുന്ന തരത്തിൽ ബുദ്ധിമുട്ടുകൾ. അതുകൊണ്ട് ഒരുപാട് പൈസ ചിലവാക്കി നേട്ടം കൈവരിക്കാൻ ശ്രമിക്കുന്ന പദ്ധതികളൊന്നും നമ്മൾ സോൾവ് ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ നിർത്തിക്കളഞ്ഞാൽ കൊള്ളാം. പെട്ടെന്ന് ചാടിക്കയറി ചെയ്യാന്ന് വെച്ചാൽ മുടങ്ങിപ്പോൾ ഉള്ള പൈസയ്ക്ക് അതിൻ്റെ വണ്ടി ആവുകയും ചെയ്യും. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണതുമില്ല, നിർത്തിക്കളയാൻ പറ്റണതുമില്ല. അങ്ങനെയൊക്കെയാണ് വലിയ ബിസിനസ്സുകാർ പോലും തകർത്ത് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. നമ്മളെ പൈസ ആളുകൾക്ക് കൊടുത്ത് നമ്മളെ കാര്യം നേടാമെന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മളെ പൈസ എതിരെ അവർ വാങ്ങിക്കുകയും ചെയ്യും, നമുക്കൊരു ഗുണം കിട്ടാതെ പോകും. അങ്ങനെ പാർട്ട്ണർഷിപ്പിൽ ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഉള്ള ബിസിനസ്സുകൾ പ്രവൃത്തികളൊക്കെ സൂക്ഷിക്കണം. പിന്നെ ഈ റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ് ഇതൊക്കെ സൂക്ഷിക്കും. സാമ്പത്തിക ഇടപാടുകളിലൊക്കെ വമ്പിച്ച നഷ്ടങ്ങൾ സംഭവിക്കും. തരിയില്ല, കടവും കൂടെ ആവും. സന്താനങ്ങളും സഹോദരങ്ങളും ഒക്കെ തന്നെ ശത്രുവായിട്ട് മാറും. സാമ്പത്തിക ശത്രുതകളും ഉണ്ടാവും. മാനസികമായിട്ട് നമുക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായി കുതിരയെപ്പോലെ ചാടി ഓടി നിന്നിരുന്ന ഒരാൾ കഴുതയെപ്പോലെ കുറേ ഭാരങ്ങൾ മണ്ടയിൽ വച്ച് തലയിട്ടിട്ട് പാലും മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റാത്ത തരത്തിൽ വിഷമിക്കുന്ന സമയമാണ് ഈ പ്രത്യേകത ഉള്ള സമയം. 2025 മെയ് മാസം കഴിയുമ്പോൾ നമുക്ക് മെയ് കഴിഞ്ഞ് ജൂൺ മാസമാണ് വേഴം മാറുന്നത്. അപ്പോൾ നമുക്ക് വേഴൻ മീനക്കൂറുകാർക്ക് 4 വരും ജൂൺ മാസത്തിൽ. അപ്പോൾ നമുക്ക് ആ വേഴൻ 4 വരുമ്പോൾ നമുക്ക് 4 വരുമ്പം ആശ്വാസം കിട്ടും. ഒരു ഗ്രഹപ്പിഴ മാറും. മെയ് മാസത്തിന് രാഹു ജന്മത്തിൽ നിന്ന് മാറി 12 വരും. അപ്പോൾ വേറൊരു ഗ്രഹപ്പിഴയും മാറും. 2 ഗ്രഹങ്ങൾ, അപ്പോൾ 3 ഗ്രഹങ്ങൾ പഴച്ചു നിൽക്കുന്ന സമയം ഏഴാണ്ട് ശനി ജന്മത്തിൽ രാഹു 3 വരും. 100% ദോഷമാണ്. വേഴം 4 വരുമ്പം 33% ദോഷം മാറും. രാഹു ജന്മത്തിൽ നിന്ന് മാറുമ്പോൾ വീണ്ടും 33%. പിന്നെ നമുക്ക് വെറും 33% മാത്രമേ ഉള്ളൂ ഏഴരാണ്ട് ശനികൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൃത്യുഞ്ജയ ഹോമം, നവഗ്രഹ പൂജ, ഐശ്വര്യ പൂജയൊക്കെ ചെയ്ത് പോകുമ്പോൾ നമുക്ക് വേഴം 4 വരുമ്പോൾ വീണ്ടും നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ, എല്ലാ തകർച്ചയിൽ നിന്നും ഒരു വളർച്ചയുടെ തുടക്കം പോലെ നമ്മളെ പരിപാടികൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. അങ്ങനെ വേഴം 4 വരുമ്പോൾ ഗുരു ശുക്രൈ കേന്ദ്രകൈ വാ സുഖിതാഹ തത്രാതുരോ വാര്യാസ മഹാരോഗിയായിട്ട് കിടക്കുന്ന രോഗമൊക്കെ മാറി ശരിയായിട്ട് ഭവിക്കും. മനസ്സുഖവും ശരീരസുഖവും ബന്ധുഗുണങ്ങളും സന്താനങ്ങൾക്ക് ഐശ്വര്യവും അവരുടെ പ്രീതി സന്തോഷവും അതേപോലെ മക്കളുടെ വിവാഹം ജോലി ഇതൊക്കെ വരാനുള്ള യോഗം, അവർക്ക് നല്ലത് വരാനുള്ള യോഗം, നമ്മളോടുള്ള സ്നേഹം സന്തോഷം കുടുംബ ഭദ്രത വാഹന ലാഭം, പുതിയ വാഹനമൊക്കെ വാങ്ങിക്കാൻ ആ സമയത്ത് പറ്റും. ഏഴാണ്ട് ശനി ഉണ്ടെങ്കിൽ പോലും കുറേ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വിഷമതകളും കേസ് വഴക്കുകൾ, ജാമ്യം കിട്ടാത്തവർക്ക് പോലും കേസ് വഴക്കൽ വിജയവും അനുകൂലവും ഒക്കെ കിട്ടും. അങ്ങനെ കഴിഞ്ഞാൽ മാറി നല്ലത് വരും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാറും. അതുകൊണ്ട് കാലഭൈരവ സ്വാമിയെ ദർശനം നടത്തണം, ശാസ്താവിനെ ഭജിക്കണം, ശിവനെ ഭജിക്കണം, വേഴൻ 3 നിൽക്കുന്നതുകൊണ്ട് വിഷ്ണുവിനെ ഭജിക്കണം. അപ്പം നമ്മൾ തന്നെ സ്വയം സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് നാമജപങ്ങളൊക്കെ നടക്കും. വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ നല്ലതാണ്. കുടുംബക്ഷേത്രത്തിൽ പോയി കുടുംബദേവനെ ഭജിച്ചാൽ ഏറ്റവും നല്ലത് അതാണ്. കർമ്മദേവത പ്രസാദിക്കൂ കുളിർക്കൂ തറവാടുകൾ. നമ്മൾ തറവാടുകൾ ഐശ്വര്യപ്പെട്ടു വരണമെങ്കിൽ കുടുംബദേവന്മാർ പ്രസാദിക്കണം. അപ്പോൾ നമ്മൾ ടവറിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നെറ്റ്വർക്ക് കണക്റ്റ് ആവുന്നത് പോലെ നമ്മളെല്ലാ കാര്യങ്ങൾക്കും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നേട്ടം ഉണ്ടാകും. ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. കറണ്ട് ഉണ്ടെങ്കിൽ എല്ലാ മോട്ടോറും മെഷീനറിയും ഫാക്ടറിയും എല്ലാം പ്രവർത്തിക്കും. കറണ്ടില്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കും. കറണ്ട് അടിച്ചാൽ ചാറ്റും പോകും. അതുപോലെ ഈശ്വരൻ്റെ അനുഗ്രഹം ഉള്ളവർക്ക് ഏതൊക്കെ ശനി വന്നാലും രാഹു വന്നാലും കുഴപ്പം വന്നാലും ഒരു കാലത്തും ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. എന്താണ്?
അവർ കാര്യലാഭത്തിന് വേണ്ടി പോകുന്നതല്ല. വർഷാവർഷം ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയം, ഐശ്വര്യ പൂജ, ചതുർമാരി പൂജ, സുമംഗലി പൂജ, ദുർഗമാംഗല്യ പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഈ ദോഷം വന്നാലും നമുക്കൊരു കുഴപ്പവും ബാധിക്കില്ല. ദോഷമില്ലെങ്കിൽ ഇരട്ടി 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 ഗുണങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെ മരുന്നും മന്ത്രവും ശ്രദ്ധാഭക്തി പുരസ്സരമുള്ള ജീവിതശൈലി നേടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സീറോ അല്ല, എന്നും സീറോ ആയിട്ട് സാധിക്കാൻ പറ്റും. കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ മാവാസികളും രാവിലെ തൊട്ട് രാത്രി വരെ അമ്പലം തുറന്നിരിക്കും. രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജയം, 4 മണിക്ക് യമ രാജ ഹോമം, 5 മണി തൊട്ട് 6 മണി വരെ ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ അമാവാസി പൂജയുടെ കലശാഭിഷേകങ്ങൾ, പാല്, തൈര്, വെണ്ണ, നെയ്യ്, കരുത്ത്, പനിനീര്, തേൻ, വാദം, അങ്ങനെയുള്ള വിശിഷ്ട ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകം, പുഷ്പാഭിഷേകം, തിരുവാരതി മുതലായ കാര്യങ്ങളൊക്കെ കൊണ്ട് മംഗളകരമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനും തൊഴുവാനുമുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. നിങ്ങൾ താല്പര്യമുള്ളവർ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങൾ രക്ഷപ്പെട്ടതിന് ശേഷം ഭഗവാനെ രക്ഷപ്പെടുത്തിയാൽ മതി. ഭഗവാനിന് കുറച്ചുകൂടെ ചെയ്താൽ നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.